Hi students, അപ്പോൾ നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബെർണൗള്ളിസ് ഇക്വേഷനിലെ ഒരു പ്രോബ്ലം ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: A water is flowing through a pipe having diameter 300 mm and 200 mm at the bottom and upper end respectively. The intensity of pressure at the bottom end is 24.525 Newton per centimeter square. And the pressure at the upper end is 9.81 Newton per centimeter square. Determine the datum head, difference in datum head if the rate of flow through the pipe is 40 liters per second. So, ഇവിടെ ബെർണൗള്ളിസ് ഇക്വേഷനിൽ നമ്മൾ ഹെഡ് ലോസ് കൺസിഡർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഹെഡ് ലോസ് കൺസിഡർ ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഹെഡ് ലോസ് അവിടെ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും ഒന്നുകിൽ ഹെഡ് ലോസ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അവിടെയുള്ള ലോസ് എത്രയാണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടാവും. അതല്ല എങ്കിൽ ഡയറക്ട്ലി നമുക്ക് ഈ മെത്തേഡ് തന്നെ ചെയ്യാം. ഹെഡ് ലോസ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിൽ ഈ രീതിയിൽ ചെയ്യാം. ഇവിടെ ക്വസ്റ്റ്യനിൽ ഹെഡ് ലോസ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ ഇനി അതിനു മുമ്പ് ഫിഗർ ക്വസ്റ്റ്യനിൽ തന്നിരിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും എന്നുള്ളതേ ഉള്ളൂ. കാരണം ഇവിടെ ഡിഫറൻസ് ഇൻ ഡേറ്റം ഹെഡ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് എങ്ങനെ വേണോ ഫിഗർ വരയ്ക്കാം. ഓക്കെ, അത് ഞാൻ ഇവിടെ ഈ രീതിയിൽ അത് വരച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഏത് രീതിയിൽ വേണോ ഈ ഫിഗർ നമുക്ക് വരയ്ക്കാം. കാരണം കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഡിഫറൻസ് ഇൻ ഡേറ്റം ഹെഡ്, അതായത് Z2 മൈനസ് Z1 ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി ബെർണൗള്ളിസ് ഇക്വേഷൻ പറയുന്നത് എന്താ? അക്കോർഡിംഗ് ടു ബെർണൗള്ളിസ് ഇക്വേഷൻ, ഇൻ എ സ്റ്റഡി ഐഡിയൽ ഫ്ലോ of an incompressible fluid, total energy എന്ന് പറയുന്നത് at a point will be constant. Total energy എന്ന് പറയുന്നത് എന്തായിരിക്കും? Will be constant ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ രണ്ട് പോയിന്റ് കൺസിഡർ ചെയ്യണം. ഇവിടെ ഫസ്റ്റ് സെക്ഷൻ എടുത്തു, ഇവിടെ രണ്ടാമത്തെ സെക്ഷനും എടുത്തു. ഓക്കെ, രണ്ട് സെക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെയുള്ള ടോട്ടൽ എനർജിയും ഇവിടെയുള്ള ടോട്ടൽ എനർജിയും ഈക്വൽ ആയിരിക്കും ബെർണൗള്ളിസ് ഇക്വേഷൻ അനുസരിച്ച്. ഈ രണ്ട് പോയിന്റിലെയും ടോട്ടൽ എനർജി എന്തായിരിക്കും? അക്കോർഡിംഗ് ടു ബെർണൗള്ളിസ് ഇക്വേഷൻ, the total energy at section 1 and the total energy at section 2 will be equal. That means P1 by rho g plus V1 square by 2g plus Z1. അതാണ് ഇവിടെയുള്ള സെക്ഷൻ 1ലെ ടോട്ടൽ എനർജി. ഏതാ? P1 by rho g plus V1 square by 2g plus Z1. Where Z1 എന്ന് പറയുന്നത് ഫസ്റ്റ് സെക്ഷന്റെ ഡേറ്റം ഹെഡ് ആണ്, അതായത് ഡേറ്റം ലൈൻ എന്നുള്ള ഡിസ്റ്റൻസ് ആണ് Z1 എന്ന് പറയുന്നത്. V1 എന്ന് പറഞ്ഞാൽ വെലോസിറ്റി അറ്റ് സെക്ഷൻ 1, P1 എന്ന് പറഞ്ഞാൽ പ്രഷർ അറ്റ് സെക്ഷൻ 1. സോ ടോട്ടൽ എനർജി pressure head plus kinetic head plus datum head will be a constant എന്നാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെയുള്ളത് എന്തായിരിക്കും? P1 by rho g plus V1 square by 2g plus Z1 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ടോട്ടൽ എനർജി. ഇനി രണ്ടാമത്തെ പോയിന്റ് എടുക്കുമ്പോൾ അവിടുത്തെ ടോട്ടൽ എനർജി എന്തായിരിക്കും? P2 by rho g plus V2 square by 2g plus Z2 ആണ് അവിടെയുള്ള ടോട്ടൽ എനർജി. വേർ Z2 എന്ന് പറയുന്നത് അവിടുത്തെ ഡേറ്റം ഹെഡ് ആണ്, V2 square by 2g എന്ന് പറയുന്നത് അവിടുത്തെ കൈനറ്റിക് ഹെഡ് ആണ്, P2 by rho g എന്ന് പറയുന്നത് അവിടുത്തെ പ്രഷർ ഹെഡ് ആണ്. സോ P1 by rho g plus V1 square by 2g plus Z1 is equal to P2 by rho g plus V2 square by 2g plus Z2. കാരണം എന്താ? ടോട്ടൽ എനർജി അറ്റ് എനി പോയിന്റ് ഓഫ് ദ ഫ്ലൂയിഡ് വിൽ ബി കോൺസ്റ്റന്റ്. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് അവിടെ എന്താണെന്ന് നമ്മൾ പറഞ്ഞു? കോൺസ്റ്റന്റ് ആണ് എന്ന് നമ്മൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. സോ ഇനി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഓരോ ഡീറ്റെയിൽസ് ഒക്കെ എഴുതുക. ഞാൻ ഇവിടെയാണ് സെക്ഷൻ 1 കൺസിഡർ ചെയ്തത്, ഇവിടെയാണ് സെക്ഷൻ 2 കൺസിഡർ ചെയ്തത്. സെക്ഷൻ 1ലെ, അതായത് അവിടുത്തെ ഡയമീറ്റർ 300 mm ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള ഡയമീറ്റർ എത്ര ഇൻ mm ലാണ് ഇവിടെ തന്നിരിക്കുന്നത്? അത് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.3 മീറ്റർ. P1 എന്ന് പറയുന്നത് 24.525 ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. സോ അതിന് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലോട്ട് കൺവേർട്ട് ചെയ്യുക. 24.525 into 10⁴ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അതുപോലെ D2 എടുക്കാം. D2 is equal to 200 mm ആണ്, which is equal to 0.2 meter. P2 is equal to 9.81 Newton per centimeter square ആണ്. സോ അതിനെ മീറ്റർ സ്ക്വയറോട് കൺവേർട്ട് ചെയ്യുമ്പോൾ into 10⁴ മൾട്ടിപ്ലൈ ചെയ്യുക. 9.81 into 10⁴ Newton per meter square എന്ന് കിട്ടും. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള എന്താ? റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലേ. റേറ്റ് ഓഫ് ഫ്ലോ എത്രയാ പറഞ്ഞിരിക്കുന്നത്? 40 liters per second ആണ്. സോ ഈ 40 liters per second നമുക്ക് എന്തിലോട്ട് മാറ്റാം? മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലോട്ട് നമുക്ക് മാറ്റാം. കാരണം ബാക്കിയുള്ളതൊക്കെ നമ്മൾ മീറ്ററിലാണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് ഇവിടെയും എന്തിലോട്ട് മാറ്റുക? മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലോട്ട് മാറ്റുക. എന്ത് ചെയ്താൽ മതി? ഡിസ്ചാർജിന്റെ വാല്യൂ ഇപ്പോൾ ഒരു വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ലിറ്റേഴ്സ് പെർ സെക്കൻഡിൽ തന്നിട്ടുണ്ടെങ്കിൽ മീറ്റർ ക്യൂബിലോട്ട് കൺവേർട്ട് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ബൈ 1000 ചെയ്താൽ മതി. ഇവിടെയാണെങ്കിലോ 40 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 40 ഡിവൈഡ് ബൈ 1000 ചെയ്താൽ മതി. ആൻസർ എത്ര കിട്ടും? 0.04 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഇനി അടുത്ത് ചെയ്യേണ്ടത് രണ്ട് സെക്ഷനിലും കണ്ടിന്യൂറ്റി ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. അപ്ലൈ കണ്ടിന്യൂറ്റി ഇക്വേഷൻ അറ്റ് സെക്ഷൻ 1 and 2.
കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്തായിരുന്നു? A1 B1 is equal to A2 B2 എന്ന് പറയുന്നതല്ലേ കണ്ടിന്യൂറ്റി ഇക്വേഷൻ? A1 B1 is equal to A2 B2. അപ്പൊ rate of flow is equal to, അതായത് A1 B1 is equal to A2 B2 is equal to rate of flow which is equal to 0.04. സോ അവിടെ നമുക്ക് എന്തിന്റെയൊക്കെ വാല്യൂ, അപ്പൊ ഈ എക്സ്പ്രഷൻ അവിടെ നോക്കിയേ, P1 ന്റെയും P2 ന്റെയും വാല്യൂ അറിയാം, റോയുടെയും ജിയുടെയും വാല്യൂ അറിയാം, പിന്നെന്താ V1 ന്റെ വാല്യൂ അറിയണം. അതിനാണ് നമ്മൾ ഇവിടെ എന്ത് അപ്ലൈ ചെയ്യുന്നത്? കണ്ടിന്യൂറ്റി ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ കണ്ടിന്യൂറ്റി ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ A1 B1 is equal to 0.04. അവിടെ നിന്ന് എനിക്ക് എന്ത് കണ്ടുപിടിക്കാം? ഏരിയ കണ്ടുപിടിക്കാം. എനിക്കറിയാലോ A1 is equal to pi by 4 into pi by 4 d square ആണ്. സോ pi by 4 ന് 0.3 സ്ക്വയർ. സോ അവിടെ നിന്ന് എനിക്ക് വെലോസിറ്റി V1 is equal to എത്ര എന്ന് കിട്ടും? 0.566 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. സിമിലർലി B2 കണ്ടുപിടിച്ചിട്ട് B2 is equal എന്തായിരിക്കും? 0.004 ഡിവൈഡ് ബൈ A2 ആണ്. A2 എന്ന് പറയുമ്പോൾ എന്താ? pi by 4 into 0.2 the whole square ആണ്. ഓക്കെ, സോ അവിടെ വാല്യൂ എത്ര കിട്ടി? 1.274 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഇനി ഈ കിട്ടിയ എല്ലാ വാല്യൂസിനും എവിടെ അപ്ലൈ ചെയ്യുക? ഇക്വേഷൻ 1 നമ്മളുടെ ബെർണൗള്ളിസ് ഇക്വേഷൻ സെക്ഷൻ 1 and 2 എഴുതിയിട്ടുണ്ട്, അതിലോട്ട് അങ്ങ് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ P1 by rho g, P1 ന്റെ വാല്യൂ എത്ര? 24.525 into 10 raised to 4 ഡിവൈഡ് ബൈ rho 1000 ആണ്, g യുടെ വാല്യൂ 9.81 ആണ്. V1 ന്റെ വാല്യൂ 0.566, so 0.566 the whole square divided by 2g, so 2 into 9.81. Z1 ന്റെ വാല്യൂ അറിയില്ല, so plus Z1. P2 എടുക്കുമ്പോൾ 9.81 into 10 raised to 4 P2 by rho g, where P2 is equal to 9.81 into 10 raised to 4 Newton per meter square എന്നുള്ള കാര്യം കിട്ടി. Then അതുപോലെ തന്നെ V2 ന്റെ വാല്യൂ എത്രയാണ്? 1.274 ആണ്. സോ 1.274 the whole square divided by 2 9.81 plus Z2. സോ എന്ത് കിട്ടി? Z1 Z2 ആണ് unknown. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഡിഫറൻസ് ഇൻ ഡേറ്റം ഹെഡ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ Z2 minus Z1 is equal to 13.70 മീറ്റർ. ഇവിടെ ക്വസ്റ്റ്യൻ ഏതൊക്കെ രീതിയിൽ ചോദിക്കാമെന്ന് പറഞ്ഞാൽ, ഇപ്പൊ പറഞ്ഞേക്കുന്നത് ഡിഫറൻസ് ഡേറ്റം ഹെഡ് അല്ലേ, Z2 മൈനസ് Z1 ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. ഇനി അതുപോലെ തന്നെ ചോദിക്കാം. ചിലപ്പോ ഡേറ്റം ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, Z1 ന്റെയും Z2 ന്റെയും വാല്യൂ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും. കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് പ്രഷർ കണ്ടുപിടിക്കാൻ പറയും. ചിലപ്പോ ഏതെങ്കിലും ഒരു പോയിന്റിലെ പ്രഷർ കണ്ടുപിടിക്കാം. ചിലപ്പോ P1 മാത്രം ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് തന്നിട്ടുണ്ടാവും? P2 തന്നിട്ടുണ്ടാവും. അവിടെ Z1 Z2 തന്നിട്ടുണ്ടാവും. Z1 Z2 ന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ദെൻ അതുപോലെ തന്നെ V1 V2 എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കേണ്ടി വരും? ഡയമീറ്റർ തന്നിട്ടുണ്ട്, അതുകൊണ്ട് V1 V2 എങ്ങനെ കണ്ടുപിടിക്കാം? ഈ കണ്ടിന്യൂറ്റി ഇക്വേഷൻ അപ്ലൈ ചെയ്ത് V1 V2 കണ്ടുപിടിക്കാം. മിക്കവാറും പ്രോബ്ലത്തിൽ കണ്ടിന്യൂറ്റി ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് തന്നെയാണ് V1 V2 കണ്ടുപിടിക്കേണ്ടി വരിക. കാരണം ഡയമീറ്റർ മാത്രം എന്ത് ചെയ്തിട്ടുണ്ടാവും? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും. ഡയമീറ്റർ അറിയാമെന്നുണ്ടെങ്കിൽ ഡിസ്ചാർജ് നമ്മുടെ റേറ്റ് ഓഫ് ഫ്ലോയും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ V1 V2 കണ്ടുപിടിക്കാനായിട്ട് പറ്റും. റേറ്റ് ഓഫ് ഫ്ലോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും, ഡയമീറ്റർ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണ് V1 V2 മിക്കവാറും ഉള്ള എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ P2 തന്നിട്ട് P1 കണ്ടുപിടിക്കാൻ പറയാം, അല്ലെങ്കിൽ P1 തന്നിട്ട് P2 കണ്ടുപിടിക്കാൻ പറയാം. അതും ക്വസ്റ്റ്യനിൽ ചോദിക്കാം. ഇതേ സെയിം പ്രോബ്ലത്തിൽ ഇവിടെ പ്രഷർ തന്നിട്ടുണ്ട്. അതുപോലെ Z1 Z2 വേണമെങ്കിൽ കണ്ടുപിടിക്കാനും ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യാം? ചോദിക്കാം. അതുപോലെ തന്നെ ചോദിക്കാൻ പറ്റുന്ന ഡിഫറൻസ് ഇൻ പ്രഷർ P2 മൈനസ് P1 എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് ചോദിക്കാം. ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞ Z2 മൈനസ് Z1 ആയിരുന്നു. P2 മൈനസ് P1 വരുമ്പോ എന്താ? ഈ പറയുന്ന ടേം എന്തായിരിക്കും? ഉണ്ടാവില്ല. ഓക്കെ, ഈ പല രീതിയിൽ എന്ത് ചെയ്യാം? ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ അവർക്ക് എന്ത് ചെയ്യാം? ചോദിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ എങ്ങനെ വന്നാലും ചെയ്യാനായിട്ട് പഠിച്ചു വെച്ചേക്കുക. സ്റ്റെപ്പ് ഇത്ര മാത്രമേ ഉള്ളൂ. ബെർണൗള്ളിസ് ഇക്വേഷൻ 2 സെക്ഷനിൽ അപ്ലൈ ചെയ്യണം. ആ 2 സെക്ഷൻ ആദ്യം എടുക്കുക, ഫിഗർ വരയ്ക്കുക, 2 സെക്ഷൻ ഏതൊക്കെയാന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുക. അവിടെ ബെർണൗള്ളിസ് ഇക്വേഷൻ എനിക്കിപ്പോ തിരിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ 1 ഇവിടെ 2 എന്ന് എടുക്കാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, സോ ബെർണൗള്ളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ബെർണൗള്ളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് അതിനകത്തുള്ള ഓരോ വാല്യൂസ് കണ്ടുപിടിക്കുക, ശ്രദ്ധിക്കുക. വെലോസിറ്റി തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂറ്റി ഇക്വേഷൻ അപ്ലൈ ചെയ്ത് എന്ത് ചെയ്യാം? അവിടെ വെലോസിറ്റി നമുക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. പ്രഷർ കണ്ടുപിടിക്കാൻ ചോദിക്കാം, പ്രഷർ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ചോദിക്കാം, ഡേറ്റം ഹെഡ് കണ്ടുപിടിക്കാൻ ചോദിക്കാം, ഡിഫറൻസ് ഇൻ ഡേറ്റം ഹെഡ് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാനും